ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തിരുവോണമാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണത്തിന് ആശംസകൾ. ഓണമായിട്ട് ഓണം കൊള്ളുന്നതിൻ്റെയും അതുപോലെ ഓണത്തിൻ്റെ സദ്യ ഒരുക്കുന്നതിൻ്റെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ തലേ ദിവസം രാത്രി നമുക്ക് ഓണം കൊള്ളണ്ടേ. ഓണം കൊള്ളണതിന് വേണ്ടിയിട്ട് അട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുതിർന്നപ്പോൾ അത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓണം കൊള്ളാനായിട്ട് നമുക്ക് അട ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരി കുതിർത്ത് പൊടിച്ച് വച്ചേക്കണത്. പിന്നെ നമ്മൾ മറ്റേ തൃക്കാക്കരപ്പത്തുമ്പോൾ അണിയിക്കാനായിട്ടും പിന്നെ കോലം പോലെ അങ്ങനെ വരയ്ക്കണമല്ലോ, അണിയണമല്ലോ നമ്മൾ ഓണം കൊള്ളണോടത്ത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അരിമാവ് ഉണ്ടാക്കിയതാണ്. അരിമാവിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ പൊടിച്ച് വെച്ച അരിയിൽ ഒരു വെണ്ടക്കായ ചതച്ചെടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് ഒരു വെള്ളം പരുവത്തിൽ അണിയാനുള്ള പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ കൊണ്ട് തൃക്കാക്കരപ്പത്തുമ്മയും പിന്നെ അവിടെ ഓണം കൊള്ളണോടത്തൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് വന്നു. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായ അരിപ്പൊടി വെള്ളമൊഴിച്ച് സാധാരണ അട പുഴുങ്ങാനും അട ചൂടാനും ഒക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ട് ഒരു ഇലയിൽ അത് പരത്തി കുറച്ച് നാളികേരം ഇട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഈ അട ഇട്ട് കൊടുത്ത് നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്ത് അതവിടെ ആയിട്ടുണ്ട്. അങ്ങനെ അട ചുട്ടെടുത്തു, അതവിടെ മാറ്റി വെച്ചു. ഇനി നമ്മൾ തൃക്കാക്കരപ്പത്തിൻ്റെ പണിയിലേക്ക് വന്നു കേട്ടോ. തൃക്കാക്കരപ്പത്തുമ്മ മാവ് കൊണ്ടൊക്കെ അണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈർക്കിലിയൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് പൂവ് വയ്ക്കണമല്ലോ, പൂ കുത്തി വയ്ക്കണമല്ലോ. അപ്പോൾ തൃക്കാക്കരപ്പത്തുമ്മ പൂവൊക്കെ കുത്തി വെച്ചിട്ടാണല്ലോ ഓണം കൊള്ളാം. നമ്മൾ കടയിൽ നിന്ന് പൂക്കളം ഇടാനായിട്ട് വാങ്ങിയെന്ന് കുറച്ച് പൂവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുമേ കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പെരുവിൻ്റെ കാവടിപ്പൂവ് അതുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചു കൊണ്ടുവന്നു. പിന്നെ രാവിലെ ഞാൻ അമ്മയും കൂടി കടയിൽ പോയപ്പോൾ അവിടെ ഒരു വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കനാലിൻ്റെ അവിടെയായിട്ട് നിറയെ പെരുവിൻ്റെ പൂ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിക്കണതൊക്കെ. അപ്പോൾ അത് പൊട്ടിച്ചു കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊന്നും കുത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് വാടി ആകതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തൃക്കാക്കരയപ്പത്തുമ്മ നമുക്ക് കുത്താനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് അപ്പോൾ തൃക്കാക്കരയപ്പത്തിൻ്റെ മുകളിൽ നടുക്ക് കുത്താന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അതിന് പറ്റിയില്ല. ഒരെണ്ണത്തുമ്മ കുത്താനുള്ള ഒരു തൃക്കാക്കരയപ്പത്തുമ്മ കുത്താനുള്ള കാവടിപ്പൂവ് പെരുവിൻ്റെ പൂവ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തുമ്മ അത് കുത്തി വെച്ചുട്ടാ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജമന്തി പൂവൊക്കെ കുത്തി വെച്ചുട്ടാ. അങ്ങനെ നമ്മൾ എല്ലാ പൂവും അതുമ്മ കുത്തി ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് അതുമ്മ പൂവൊക്കെ കുത്തി വെച്ചു. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ, നമ്മൾ തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നത് സാധാരണ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ തൃക്കാക്കരപ്പനാണ് കേട്ടോ. ഇത് അല്ലാണ്ട് നമുക്ക് ഉറുമ്പ് മണ്ണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സാധാരണ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ശരിയായി വന്നു കേട്ടോ. നന്നായിട്ട് ഉറച്ച് ശരിയായി വന്നിട്ടുണ്ട്. സാധാരണ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും നമുക്ക് തൃക്കാക്കരപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊട്ടലും വിള്ളലും ഒന്നും വന്നിട്ടില്ല. ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതുപോലത്തെ വെള്ളമൊക്കെ വലിഞ്ഞൊക്കെ വന്ന് കറക്റ്റ് തൃക്കാക്കരപ്പനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതുമ്മ ഇഷ്ടിക കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഷ്ടിക പൊടിച്ചിട്ട് അത് ചാലിച്ച് അത് ഇതുമൊക്കെ വെള്ളം ചാലിച്ചിട്ട് ഈ തൃക്കാക്കരപ്പത്തുമൊക്കെ കളറ് തൃക്കാക്കരപ്പൻ്റെ കളറ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതുമൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൃക്കാക്കരപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. 3 തൃക്കാക്കരപ്പത്തുമ്മയാണല്ലോ വയ്ക്കേണ്ടത്. ചിലതുമൊക്കെ കുത്താനായിട്ട് കുറച്ച് പാടുപെട്ടു കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ കുത്തി വന്നിട്ടാണ് അതുമ്മക്ക് കയറിയത്. ചില പൂവൊക്കെ 2 എണ്ണത്തുമ്മ കുത്തിയിട്ട് അത് മാറ്റി വച്ചിട്ടുണ്ട്. ഒരില എടുത്ത് വെച്ചിട്ടുണ്ട് അതുമ്മക്ക് വെക്കാനായിട്ട്. അപ്പോൾ 2 എണ്ണത്തുമ്മ കുത്തിയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണത്തുമ്മയും കുത്തിയിട്ടാണ്. എല്ലാ ഈർക്കിലിമയും കുത്താനായിട്ട് നിന്നില്ല. നമ്മൾ കാണുന്നിടത്ത് മാത്രം കുത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കുത്തിയത്. എല്ലാത്തുമ്മയും കുത്താനായിട്ട് പിന്നെ തികയുമില്ല. നമുക്ക് കുറച്ച് 50 രൂപയ്ക്കാണ് നമ്മൾ പൂക്കൾ വാങ്ങിയത്. അപ്പോൾ കുറച്ച് പൂക്കളെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഉള്ള പൂക്കൾ വെച്ചിട്ടാണ് ഇതുമ്മ കുത്തിയത്, തൃക്കാക്കരയപ്പത്തുമ്മ കുത്തിയത്. അപ്പോൾ 3 തൃക്കാക്കരയപ്പത്തുമ്മയും
പൂവൊക്കെ കുത്തി റെഡിയാക്കി വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓണം കൊള്ളണ സമയമായിപ്പോൾ നമ്മൾ ഓണം കൊള്ളണതാണ് കേട്ടോ ഇനി കാണിക്കാൻ പോണത്. മുഴുവനായിട്ട് കാണിക്കണില്ല, നമ്മളതിന് ഒരുക്കങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ. അതായത് ആ മാവ് വെച്ച് അണിഞ്ഞോർത്തൊക്കെ അണിഞ്ഞോർത്ത് ഒരു പലക കൊണ്ടുവച്ചു. പലക കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതുമ്മേ വാഴയില വെച്ചു. വാഴയില വച്ച് കഴിഞ്ഞിട്ട് ആ വാഴയിലയിൽ നമ്മൾ നമ്മുടെ തുമ്പക്കുടമാണല്ലോ നമുക്ക് ഈ ഓണം കൊള്ളാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ തുമ്പക്കുടം കുറച്ച് തുളസിയിലയും ഒക്കെ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് അതുമ്മ ഇട്ട് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതുമ്മേ നമ്മൾ ഈ 3 നമ്മൾ റെഡിയാക്കി വെച്ചേക്കണില്ലേ, പൂവൊക്കെ കുത്തി റെഡിയാക്കി വെച്ചേക്കണ 3 തൃക്കാക്കരയപ്പനെയും നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓണം കൊണ്ടുവിട്ടാ. ഓണം കൊള്ളണതൊന്നും കാണിച്ചില്ല. ഓണം കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ മാവ് ഇങ്ങനെ അണിയേണ്ടതെന്ന് ഓർത്തതിട്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാവൊക്കെ അണിഞ്ഞു. അപ്പോൾ അങ്ങനെ ഓണം കൊണ്ടിട്ടുണ്ട്. ഇവിടെ ഓണം കൊള്ളണ രീതിയാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ എങ്ങനെയാണ് ഓണം കൊള്ളാറ്. അപ്പോൾ ഓണമൊക്കെ ഓണം കൊണ്ട് കഴിഞ്ഞ് നേരം വെളുത്ത് വന്നു കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ ഇത്. വിളക്ക് കത്തിച്ചതും പിന്നെ അടയൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നേരം വെളുത്തിട്ടുള്ള ഓണം കൊണ്ടതിൻ്റെ ആണ് ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യ ഒരുക്കണതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. പായസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വയ്ക്കാനായിട്ട് നിൽക്കണ്ടല്ലോ. നമുക്കപ്പോൾ റേഷൻ കടയിൽ നിന്ന് പായസം മിക്സ്, സേമിയ പായസത്തിൻ്റെ മിക്സ് കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് വയ്ക്കാൻ പോണേട്ടാ. അപ്പോൾ അത് പൊട്ടിക്കണതാണ് അവിടെ നിന്നിട്ട്. എന്ത് ചെയ്താൽ പൊട്ടിക്കാനായിട്ട് കിട്ടണില്ല. അങ്ങനെ കുറേ പാടുപെട്ട് പണിയെടുത്ത് അതുമ്പോൾ പണിഞ്ഞ് പൊട്ടിച്ചു. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ടി വന്നില്ല. പഞ്ചസാരയൊക്കെ അതിന് ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം തന്നെ പാൽ പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാനായിട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് കഴിയുമ്പോഴാണ് ഈ പായസം മിക്സ് അതിലേക്ക് ചേർക്കേണ്ടത്. ഓണത്തിൻ്റെ അന്ന് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് സദ്യ ഒരുക്കണതും പിന്നെ ഒരുമിച്ചിരുന്ന് അത് കഴിക്കണതൊക്കെ ഒരു രസമുള്ള ഒരു കാര്യമല്ലേ. പിന്നെ ഫാമിലിയിലെല്ലാവരും കൂടി ഒത്തുകൂടുക, വർത്താനം പറഞ്ഞിരിക്കുക, കളിയും ചിരി തമാശകളൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുക എന്നൊക്കെ പറയണത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ. അതൊക്കെ ഒരു പ്രത്യേകത ഒക്കെ തന്നെയാണ്. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ എടുത്ത് അവിടെ വച്ചിട്ടുണ്ട്. സാമ്പാറിനും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കൂടിയിട്ടാണ് അവിടെ വച്ചേക്കണത്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ അവിടെ ക്യാബേജ് ഉണ്ടാക്കാനായിട്ട് അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തത് അതിൽ തന്നെയാണ്. നന്നായിട്ട് ചെറുതായിട്ട് നമുക്ക് അതിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം പോവില്ല. പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. 4-5 കൊല്ലം മുമ്പ് എങ്ങാണ്ട് വാങ്ങിയതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിൻ്റെ പല്ലൊക്കെ പോയി തുടങ്ങി, എന്നാലും അതുകൊണ്ട് അരിയാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതുമേ. അപ്പോഴേക്കും ഇവിടെ വന്ന് നോക്കിയപ്പോൾ പാലൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പാല് തിളച്ചതിലേക്ക് നമ്മൾ പായസത്തിൻ്റെ മിക്സ് ഇട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറുതാക്കി എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തീരെ കുറുതായി അത് കട്ടയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കട്ടയായിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ കട്ടയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാനോ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പായസം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് അടുപ്പുമേ കയറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഇളക്കി കൊടുത്തു. അല്ലെങ്കിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ച് ആവശ്യത്തിന് നെയ്യ്, അധികം നെയ്യൊന്നും ഒഴിച്ചില്ല, കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ഇളക്കി ചൂടാക്കി അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ആ അടുപ്പിലേക്ക് തന്നെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നാളികേരം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക് എല്ലാം കൂടി കൂട്ടി ഇളക്കി തിരുമ്പി വെച്ചേക്കണം ക്യാബേജ് നന്നായിട്ട് ഉടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പിഴിഞ്ഞു കൊടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഇളക്കി അതായപ്പോൾ അതവിടെ വാങ്ങി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനവിടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. അധികം സാമ്പാർ കഷ്ണങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ വെക്കണുള്ളൂ. അപ്പോൾ സാമ്പാർ കഷ്ണം അരിഞ്ഞെടുത്തു. അപ്പോൾ അമ്മ അപ്പോഴേക്കും അവിടെ അവിയലിന് അരിയാണ് കേട്ടോ. ഒരു കത്തി ഉള്ളൂ നമുക്ക്, അത് കാരണം അരിയാനായിട്ടൊക്കെ പാടാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അമ്മയ്ക്കും കൂടി ഒരുമിച്ച് ചെയ്യായിരുന്നു, അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞേനെ. അപ്പോൾ ഇത് ഒരു കത്തി ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിന് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അതുകൊണ്ട് അവിടെ ഇരുന്ന് അവിയലിന് അരിഞ്ഞു വെച്ചു. അപ്പം ഞാൻ ഈ കഷ്ണങ്ങൾ അപ്പോഴേക്കും അതൊക്കെ അരിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ഈ കഷ്ണങ്ങൾ സാമ്പാറിന് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്
മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് അവിടെ വേവിക്കാനായിട്ട് വെച്ചു. വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ മത്തങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഉടയ്ക്കുകയാണ്. കാരണം പരിപ്പ് ചേർത്തിട്ടില്ല, ഇതിൽ പരിപ്പ് ചേർക്കാണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു, ഒന്ന് കുറുതായി വരാനായിട്ട്. അപ്പോൾ ഉടച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് പുളിയും പിഴിഞ്ഞൊഴിച്ചു. പുളി പിഴിഞ്ഞൊഴിച്ച് അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അത് വാങ്ങി മാറ്റി വെച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു. കടുക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് അതൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി ഒക്കെ ഇളക്കി മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ഓണത്തിന് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ സദ്യ ഒരുക്കണില്ല. ഒരു സാമ്പാർ, അവിയൽ, അതുപോലെ ക്യാബേജ്, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓണത്തിന്. ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു സദ്യയാണ് ഒരുക്കണത്. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല, നമ്മൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓണത്തിൻ്റെ ഒന്ന് ഓണം കൊള്ള, പിന്നെ സദ്യ ഒരുക്കുക, പായസം ഉണ്ടാക്കുക, സദ്യ ഒരുക്കിയിരുന്ന് കഴിക്കുക, പിന്നെ പായസം കുടിക്കുക, അത്ര പരിപാടി മാത്രമേ ഉണ്ടായുള്ളൂ. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടി വി കണ്ടു ഇരുന്ന്, അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല. ഇത് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ചേച്ചിയും കുട്ടികളൊക്കെ അവരൊക്കെ ഓണത്തിൻ്റെ അന്ന് വരില്ല. ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 ഓണത്തിൻ്റെ അന്ന് ആണ് വരിക. അത് കാരണം പ്രത്യേകിച്ച് അധിക കറികളൊന്നും വയ്ക്കാനായിട്ട് നിന്നില്ല. ഞാനും അമ്മയപ്പനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. പിന്നെ പുളിയിഞ്ചിയും ഉണ്ടാക്കിയ പുളിയിഞ്ചി ഉണ്ട്, അടുത്തതും ശർക്കര വരട്ടിയുണ്ട്. അപ്പോൾ അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ അവിടെ അവിയലിന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അവിയലിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അവിയലിൽ. അപ്പോൾ അത് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് തിരുമ്പി കൂട്ടി യോജിപ്പിച്ച് അവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. 2 ഗ്ലാസ്സല്ല, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പോഴേക്കും പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പഴം പുഴുങ്ങിയത് വേണം. പഴം പുഴുങ്ങിയതില്ലെങ്കിൽ സദ്യ പൂർണ്ണമായി അങ്ങോട്ട് തോന്നില്ല, ഒരു തൃപ്തി വരില്ല. അപ്പോൾ പഴം പുഴുങ്ങി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ അവിയലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിയലിലേക്ക് മോരാണ് ഒഴിച്ചത്. പുളിക്ക് ആവശ്യത്തിന് മോരൊഴിച്ച് അത് ഇളക്കി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ജീരകം ഇട്ട് ചതച്ച് ഒതുക്കിയെടുത്തേക്കണം നമ്മുടെ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. 1 മുറി നാളികേരമാണ് എടുത്തത്. ആ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി പൊത്തി മൂടി വച്ചു കേട്ടോ. കഴിഞ്ഞ് ഇവിടെ അപ്പൻ പപ്പടം കാച്ചി എടുത്തു കേട്ടോ. അപ്പനാണ് പപ്പടം കാച്ചിയത്. അപ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. സദ്യ റെഡി. ഇനി കഴിക്കാനായിട്ട് ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് സാമ്പാർ വിളമ്പി, അവിയൽ വിളമ്പി, പിന്നെ ക്യാബേജ്, പിന്നെ പപ്പടം, പുളിയിഞ്ചി, പിന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി, പിന്നെ സർലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, മോരിലേക്ക് ഉപ്പിട്ട് ഇഞ്ചി ചതച്ചതും ഇട്ട് പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി പിന്നെ പഴം പുഴുങ്ങിയതും വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണാഘോഷം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഓണം കൊള്ളലും അതുപോലെ ഓണസദ്യ ഒരുക്കലും ഒക്കെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.